ഹലോ എവരിബഡി, നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെയൊക്കെ തലയ്ക്ക് മുകളിൽ എത്ര കടമുണ്ടെന്ന് അറിയാമോ? ഇതേതാ അമ്മാവ ഈ ഉണ്ടമാക്രികള്? കേന്ദ്ര സർക്കാർ, നിങ്ങൾ അതിനെ നോക്കുന്നില്ല. കേന്ദ്ര സർക്കാർ നമുക്ക് എത്ര കോടി വെട്ടി കുറച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കേന്ദ്ര സർക്കാർ എന്ത് വെട്ടിക്കുറച്ചെന്നാ? മനസ്സിലായില്ല. ഒരു ക്ലൂ തരാം. നമുക്ക് എത്ര കോടി കടം തരാണ്ട്? എത്ര കോടി അല്ല, നമുക്ക് എത്ര കോടി തരാണ്ട്? അല്ല, നിൽക്കി ഞാൻ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണേക്കാട്ടി വളരെ താഴ്ന്നിട്ട് ഇപ്പൊ നമുക്ക് പണം തരുന്നത് തന്ന് മടുത്തില്ലേ അവര്? എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. എന്നിട്ട് നിങ്ങള് കേന്ദ്ര സർക്കാർ തരാനുള്ളതെല്ലാം തന്ന് തീർത്തില്ലേ? എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇല്ല, ഒന്നും തന്നിട്ടില്ല. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? എന്ത് ബുദ്ധിമുട്ട്. പിണറായി സർക്കാർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? പിണറായി സർക്കാർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ? ഭയങ്കരം തന്നെ. ചെയ്യുന്നില്ല എന്ന് പറഞ്ഞോ. ഒരു കാര്യം ചെയ്യാത്തൊരു കാര്യം അല്ല. ഞാൻ ഒരു കാര്യം, ഞാനെന്ത് കർത്താവിന്റെ ഒരു ഇടയൻ, എന്നെ കൊണ്ടാവുന്നു ചെയ്യുന്നു. എത്ര പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എത്ര പേർക്ക് ശമ്പളം കിട്ടുന്നില്ല? ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. കറണ്ടിന്റെ പൈസ കൂട്ടിയില്ലേ? നിങ്ങൾ മണ്ണെണ്ണ വിളക്കിലാണോ കഴിയുന്നത്? ഹലോ, അല്ല, ഞങ്ങൾ ഇതിൽ തന്നെ കഴിയുന്നത്, പവറിൽ തന്നെ കഴിയുന്നത്. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. പിണറായി സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുക, പൊതുസമൂഹത്തിൽ മറ്റൊരു മുന്നിൽ പിണറായി സർക്കാർ തെറ്റുകാരാണെന്ന് കാണിക്കുക. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, പിണറായി സർക്കാരിനെതിരെയല്ല, തെറ്റുകൾ, നീതിയില്ലായ്മ, അഴിമതി, അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അതില് ഒരു വീടില്ല, 3 സെന്റ് വസ്തു, ഒരു പള്ളിയിൽ നിന്ന് വീട് വെച്ച് തരാന്ന് പറഞ്ഞ 3 സെന്റ് വസ്തുവിന് ധനസഹായത്തിന് അപേക്ഷ കൊടുത്തിട്ട് തന്നില്ല. വസ്തുവിന് ധനസഹായം ചോദിച്ചേ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? മന്ത്രി കൈപ്പറ്റിയ രസീതായത് കണ്ടോ? 5 മാസമായി ഒരു അപേക്ഷ കൊടുത്തിട്ട് വീടില്ല. അത് മന്ത്രിക്ക് തരാൻ പറ്റത്തില്ല ധനസഹായം. യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടെ പിന്നെ എന്തിനു തെണ്ടുന്നത്? വല്ല തീരാ രോഗം ഉണ്ടെ മരിക്കാറായിരിക്കുകയാണെങ്കിൽ ധനസഹായം തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. എനിക്ക് തീരാ രോഗം ഉണ്ടായിരുന്നു, ആ കാട്ടിന് അസുഖമാണ്. പക്ഷേ എനിക്ക് അതിന് ധനസഹായം ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് തന്നായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ മകനോളം ഇപ്പൊ ഈ നാട്ടിൽ ആരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം. ദൈവത്തിനാണ് സത്യം. ഈ 5 മാസം കൊണ്ട് ധനസഹായം തരത്തില്ലെന്ന് പറഞ്ഞില്ല. ഇപ്പൊ പറയുന്നത് തീരാ രോഗം എന്തെങ്കിലും ഉണ്ടാവും തരാവുന്നു.